കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി സാധാരണ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നേ ഗോൾഡ് വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് വാങ്ങിക്കൊടുക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യുക. ആസ് യൂഷ്വൽ അതാണ്. പക്ഷേ അതിനൊക്കെ ഒരു എക്സ്പയറി ഉണ്ട്. ഇപ്പോൾ ഗോൾഡ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ മേ ബി ഒരു 10 years കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈൻ മാറും, അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്യാൻ നോക്കും. ഗാഡ്ജറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3 to 4 years അതിനുള്ള നമ്മളത് ചേഞ്ച് ചെയ്യും. അപ്പോൾ എന്നും ഓർത്തിരിക്കാനും എന്നാൽ ആൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സാധനം വേണം, അങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിരിക്കണം എന്നുള്ളതിലാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ കല്യാണത്തിന് മുമ്പ് മുതലേ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മേക്കപ്പ് ക്ലാസ്, അല്ലെങ്കിൽ മേക്കപ്പ് സെൽഫായിട്ട് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാനും ഭയങ്കര താല്പര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓൾറെഡി കല്യാണത്തിൻ്റെ മേക്കപ്പിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ലക്ഷ്മി മാമിനെ പരിചയപ്പെട്ടിട്ടുള്ളത്. സോ എനിക്ക് ലക്ഷ്മി മാമായിട്ടുള്ള ഒരു കണക്ഷൻ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഓവറോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ പറ്റി അന്വേഷിച്ച് വന്നപ്പോൾ എല്ലാം അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സർപ്രൈസ് ആയിട്ട് നേരെ ഇവിടെ വന്ന് ലക്ഷ്മി മാമിനെ കണ്ട് ആൾക്കൊരു സർപ്രൈസ് എന്നുള്ള രീതിക്ക് ഇവിടെ അഡ്മിഷൻ എടുത്ത് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. ഹായ് കാവ്യ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ആനിവേഴ്സറിയില്ല. അപ്പം എന്റെ വകയും എൻറ്റയർ ഫേസ് പാലറ്റ് ടീമിന്റെയും വക ഹാപ്പി ഫസ്റ്റ് ആനിവേഴ്സറി വിഷസ്. എല്ലാം നന്മയും സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് എന്നും ഉണ്ടാവട്ടെ. And I am very very happy to say we are heartily welcoming you to FacePal. We look forward to that. കേട്ടോ? അപ്പം come soon, okay? And wish you all the happiness always. Love you. ഞാനല്ലേ കൊടുത്തോ? ബാക്കി പഠിപ്പിക്കലിന്റെ കാര്യങ്ങളൊക്കെ ആ തന്നെ പറയും. എന്തായാലും ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നാണ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത്. അല്ല, ചൂസ് ചെയ്തെന്ന സ്ഥലം തെറ്റിപ്പോയില്ല. ഭയങ്കര എനിക്ക് എന്താ പറയുക, ടീച്ചേഴ്സ് ആണെങ്കിലും നമുക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും മേക്കപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താ ജസ്റ്റ് ഒരു മേക്കപ്പ് ആ ഒരു രീതിയിൽ മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ പുറകിലിപ്പം ഇത്രയും തിയറി ഉള്ളതും പിന്നെന്താ തിയറിയുടെ വേറെ വശങ്ങളുള്ളതല്ല ഞാനിവിടെ വന്നിട്ടാണ് അറിയുന്നത്. പ്ലസ് ലക്ഷ്മി മാം പറയാതിരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമുക്ക് എവിടെ നിന്ന് എന്ത് ഡൗട്ട് ചോദിച്ചാലും ആൻസർ ലക്ഷ്മി മാമിനുണ്ട്. ഈവൻ അതിപ്പോൾ നമ്മളുടെ സെയിം ഫീൽഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഫീൽഡ് എന്താണേലും നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് മാമിന് വ്യക്തമായിട്ടുള്ള ആൻസർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നപ്പോഴാണെങ്കിലും എനിക്കിത് പ്രൊഫഷൻ ആക്കാൻ പറ്റുമോ, ബിക്കോസ് ഞാൻ ഓൾറെഡി വർക്കിംഗ് ആണ്. അപ്പോൾ ഒരു പ്രൊഫഷനായിട്ട് ഇത് ചൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി വല്ലാതെ നല്ലപോലെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതിന് ശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഓക്കെ എന്നെക്കൊണ്ടും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. താങ്ക്സ് ടു ലക്ഷ്മി മാം ആൻഡ് ടീമും ഓൾസോ വിദ്യ മാം, സനുപ മാം, മീനാക്ഷി മാം എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമ്മളെല്ലാവരും കുറേ അടിച്ചു പൊളിച്ചു. നല്ല രസമായിരുന്നു.